ഹലോ ഗായ്സ്, ഇന്ന് സെപ്റ്റംബർ 25 ഇന്ന് ഏകദേശം ഇന്നെന്താഴ്ചയാണ്, ബുധനാഴ്ചയാണ്. അപ്പോൾ ഏകദേശം 9:35 ഇന്നിപ്പോൾ നിങ്ങൾ വിചാരിക്കും സ്കൂൾ ലീവാണെന്ന്. നല്ല ഞാൻ സ്കൂൾ ലീവാക്കിയാണ്. അപ്പോൾ എന്തെങ്കിലും പനിയായിട്ടാണ് വിചാരിക്കുന്നത്. അതുമല്ല, ഇന്നാണ് ലാബില്ലാത്ത ദിവസം. അപ്പോൾ ഞാൻ സ്കൂളൊക്കെ ലീവാക്കി. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴി പറയാം. അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മളിവിടെ പുതിയ സെറ്റപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുൾ അലങ്കോലയൊക്കെ എടുക്കാൻ അവിടെ ഒരു എക്കോറിയം വെച്ചിട്ടുണ്ട്. അതിലാണ്ട് മീൻ ഇട്ടിട്ടുണ്ട്. നല്ല രസമാണ് ഇങ്ങനെ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കാണാൻ. നല്ല വൈബാണ്. പക്ഷേ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് വേറൊന്നുമില്ല, പരീക്ഷാപ്പുറം ഇട്ടിട്ട് വീഡിയോ ഇടാൻ വിചാരിച്ചിരുന്നു. അത് ഞാൻ ഷോർട്ടിൽ പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പോൾ പരീക്ഷാപ്പുറമൊന്നും കിട്ടിയില്ല. ഞാൻ 2 ദിവസമായി സ്കൂളിൽ പോയിട്ട്. അപ്പോൾ ഒന്നൊരു സ്റ്റഡി ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും സ്കൂൾ ലീവാക്കിയല്ലേ, ഇന്ന് ലാബൊന്നും ഇല്ലാതെ ലീവാക്കിയാണ്. ഞാൻ അവിടെ ലീവാക്കാനൊന്നും കഴിയില്ല, അതിനോടാണ് ലീവ് എടുത്ത് നിന്ന്. ഒന്നും അതിലാണ്ട് സ്റ്റഡി ബ്ലോഗ് അല്ല, ഇന്ന് സ്റ്റഡി ബ്ലോഗ് എടുത്തിട്ട് പിന്നെ പേപ്പറിൻ്റെ വീഡിയോസൊക്കെ ഇടാറുണ്ട്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജിബ് എഴുതാൻ പോകുന്നുണ്ട്. ജിബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ, സൈലത്തിൻ്റെ ജിബ്, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എന്ന് പറഞ്ഞിട്ട് അത് എഴുതാൻ പോണെയാണ്. അപ്പോൾ ആരെങ്കിലും അത് എഴുതുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. എനിക്ക് രജിസ്ട്രേഷനൊക്കെ ചെയ്യാണ്ട് എന്തായാലും ചെയ്യണം. എന്തായാലും 29 പരീക്ഷ. ജിബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ വഴിയെ പറയാം. എന്തായാലും നമുക്ക് സ്റ്റഡി ബ്ലോഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇനി ആപ്പൊക്കെ അവിടെ എടുത്തേക്കട്ടെ. എന്താ പഠിക്കേണ്ടതെന്ന് തീരുമാനിക്കണ്ടേ. അതിന് മുന്നൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു YPTയിലെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവും. അതൊന്ന് കയറിയിട്ട് വേണമെങ്കിൽ ഗ്രൂപ്പ് കയറേണ്ടല്ലോ ചേരാം. അത് ഒരു സ്റ്റഡീൻ്റെ ഗ്രൂപ്പാണ്. അതിൽ പഠിക്കുന്ന മണിക്കൂറൊക്കെ കാണാം, എത്ര മണിക്കൂർ പഠിച്ചെന്നൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, എന്തായാലും ടു ഡു ലിസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ല. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് 3 പാർട്ട് കാണുന്നുണ്ട്. ആദ്യത്തെ 2 പാർട്ട് കണ്ടു. ഇനിയൊരു 3 പാർട്ടുണ്ട്. അതൊന്ന് തീർക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ വിചാരിക്കും എന്തായാലും ഫുള്ള് തന്നെ കാണുന്നതെന്ന്. ഫിസിക്സും കെമിസ്ട്രിയും അത്യാവശ്യം ഞാൻ ഇവിടെ എത്തിന്ന് കാണിച്ചു തരാം. മാത്സ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞു. റിലേഷൻ, മെട്രിക്സസ്, ഡിറ്റർമിനൻസ്, കണ്ടിന്യൂറ്റി ആൻഡ് ഇൻറ്റഗ്രൽസ് കഴിഞ്ഞ് ഇൻവെസ്റ്റ് ഇനി ഇത് മാത്രമേ ഉള്ളൂ. ആപ്ലിക്കേഷൻ ആൻഡ് ഡെറിവേറ്റീവ്സ് അത് മാത്രമേ മാത്സിൽ ബാക്കിയുള്ളൂ. കെമിസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, കാണിച്ചു തരാം. കെമിസ്ട്രിയിലാണെങ്കിൽ സൊല്യൂഷൻ തീർത്ത്, ഇലക്ട്രോ കെമിസ്ട്രി എടുത്ത്, കെമിക്കൽ കൈനറ്റിക്സ് തീർത്ത്, ഇനി DNF ഒക്കെ നോക്കണം. അതാണെങ്കിൽ ഒടുക്കത്തെ കുറേ ഇതാണ്. എനിക്ക് തന്നെ നോട്ട് ഉണ്ടാക്കാൻ തോന്നുന്നില്ല, ചടപ്പ്. ഇനി ഒരു 3 പാഠം കൂടി അത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും നോക്കിയിട്ട് തന്നെ ഇല്ല. അതൊക്കെ നോക്കണം. ഇനി ഫിസിക്സ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സും ഇലക്ട്രോസ്റ്റാറ്റിക്സും പൊട്ടൻഷ്യലും ഒക്കെ 2 ചാപ്റ്റർ ഇതുവരെ തീർത്തിട്ടുള്ളൂ. ജെയിൻ്റെ കറണ്ട് ഇലക്ട്രിസിറ്റി ഏകദേശം പകുതി വിട്ടുള്ളൂ. ഇനി എത്ര കാണാണ്ട് എൻ്റെ പൊന്നെ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിതിപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടാത്ത ദിവസമൊക്കെ ഒരേമാതിരി ആകുമ്പോൾ പഠിക്കുന്നതൊന്നല്ല. വീഡിയോ ഇടുന്ന ദിവസം പഠിക്കും, അത് കഴിഞ്ഞാൽ 2 ദിവസം റെസ്റ്റ്, അങ്ങനെയൊക്കെയാണ്. കുറച്ചൊക്കെ പഠിക്കാനുള്ളൂ. അത് എനിക്ക് വീഡിയോ ഇടുന്ന ദിവസം മാത്രമേ പഠിക്കാൻ തോന്നുള്ളൂ. അതിനോട് തന്നെ എന്നും വീഡിയോ ഇടണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ കഴിയില്ലല്ലോ, നെറ്റ് വേണ്ടേ. അതിനോട് തന്നെ കഴിയില്ല. അപ്പോൾ എന്തായാലും പഠിക്കണം. റിവിഷൻ അത് മാത്രമല്ല, പഠിച്ചതൊക്കെ മറന്നും പോയി. റിവിഷൻ ചെയ്യാനായിട്ട് ഫുൾ ടാസ്ക്കാണ്. ഈ ജിബ് വരുമ്പോൾ അറിയാം, അതിൻ്റെ മാർക്കൊക്കെ വരുമ്പോൾ നല്ല തോൽവിയാവും ഉറപ്പായിട്ടും. ഒരിക്കലും ഉറപ്പില്ല കേട്ടോ. ഫസ്റ്റ് അറ്റൻഡൊന്നും കിട്ടുന്നു, അത് യാതൊരു ഉറപ്പില്ല. കാരണം അത്ര മൂസ് നീങ്ങാത്ത എന്തുവാണത്. നീണ്ട് എന്തൊക്കെയാണ് അതൊക്കെ, എനിക്ക് അറിഞ്ഞൂടാ. എന്തൊക്കെയാണ് തേങ്ങ പിടിച്ച അവസ്ഥ. 9:45 എന്തായാലും നമുക്ക് ഇൻറ്റഗ്രൽസിൻ്റെ പാർട്ട് 3 ഉണ്ട് കാണാം. പാർട്ട് 1-ൻ്റെയും 2-ൻ്റെയും നോട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം അത് നോട്ടൊന്ന് എഴുതിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് 2, 3 കാണാൻ. നമുക്ക് എന്തായാലും ഇങ്ങനെ പഠിച്ചിട്ട് പോകാം. എല്ലാവർക്കും അങ്ങനെ സുഖമാണെന്നൊക്കെ വിചാരിക്കുന്നത്. ഞാൻ കുറേ ചോദിച്ചിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും കമൻറ്റൊക്കെ ഇടുക. ഞാൻ റിപ്ലൈ തരാൻ നോക്കുന്നതാണ്, ആവശ്യമുള്ള കമൻ്റ് ആണെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാൻ കേട്ടോ. അങ്ങനെ ഇത് നടക്കുന്ന അറിയാതെ നടന്നോളാണ്. ശീലമായിപ്പോയി, എന്താ ചെയ്യുക. അപ്പോൾ ഗൈസ്, 10 നോട്ട് 2 പാർട്ടിൻ്റെയും നോട്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ അത്യാവശ്യം ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ട് തന്നെയാണ് എഴുതിയത്. അതുകൊണ്ട് തന്നെ ഏകദേശം 2 പേജിലൊക്കെ തീർന്നു. ഇനി നമുക്ക് 3ാമത്തെ പാർട്ടാണ്. ഏകദേശം 1 മണിക്കൂർ 42 മിനിറ്റും 3ാമത്തെ പാർട്ട്. 4ാമത്തെ പാർട്ടാണ് 58 മിനിറ്റ്. 5ാമത്തെ പാർട്ടാണ് 50 മിനിറ്റ്. പൊളി. എന്തായാലും ഇന്ന് തന്നെ തീർക്കണം. ഇന്നലേക്കാണെങ്കിൽ ഞാൻ വെറും 2 പാർട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏതൊക്കെയാണെന്ന് എനിക്കിപ്പം ഏതായിരുന്നു 2 മാത്സ് തന്നെയാണ്. 1 ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സും 1 ഇൻറ്റഗ്രേഷനും കണ്ടത്. അത്രേ കണ്ടിട്ടുള്ളൂ. കാരണം സ്റ്റഡി ബ്ലോഗ് എടുക്കുന്ന ദിവസമേ പഠിക്കാൻ തോന്നുള്ളൂ. മറ്റേ ദിവസമൊക്കെ ഇങ്ങനെ അറിയാതെ എൻ്റെ യൂട്യൂബ് എടുത്താൽ മതി. പിന്നെ ഇന്നലെയാണെങ്കിൽ കരിക്കിൻ്റെ വീഡിയോ കണ്ട് ഫുള്ള് പോയി. അങ്ങനെയൊക്കെ ആണ്. എന്താ പറയണ്ടേ, നമ്മൾ നോക്കാം. എന്തായാലും നമുക്ക് ക്ലാസ് നേരെ തുടങ്ങിയിട്ട് ഇവിടെ ഹൈപ്പർ ലാബ് സ്ലിപ്പ് വെക്കില്ലേ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാം. അപ്പോൾ ഗൈസ്, കറക്റ്റ് 1 മണിയായപ്പോൾ തന്നെ ക്ലാസ് ആണ് തീർത്തിട്ടുണ്ട്. നമ്മൾ 1.5x ഇട്ട് കണ്ടു ഫുള്ള്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മനസ്സിലായി. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു, പിന്നെ നോട്ടിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തേക്കാറ്. മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസൊക്കെ നോട്ടിൽ എഴുതി. അങ്ങനെ അതങ്ങ് തീർന്നു. ഗപ്പികളൊക്കെ ഫുൾ ആക്റ്റീവാണെന്നാണ് പറയുന്നത്. ചില്ലി മൊസൈക്കാണ്. നിങ്ങളുടെ അടുത്തൊക്കെ ഗപ്പി മീനുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. ഏതാണ് നിങ്ങൾ ഗപ്പി ഭ്രാന്തന്മാരൊക്കെ ആണെങ്കിൽ. ഞാനൊക്കെ പണ്ട് ഗപ്പി വളർത്തൽ കൂട്ടായ്മയായിരുന്നു. ഇതിനെക്കുറിച്ച് പറയാം, അതൊക്കെ ഭേദം. നല്ല വിറ്റായിരുന്നു. അതൊക്കെ പോട്ടെ. ഇനി എന്തായാലും ബ്രേക്കാണ്. ഒരു 2:30 വരെ വേണോ? ഇനി കുളിക്കാനും പിന്നെ
ചോറുന്നാനൊക്കെ ഉണ്ട്. എന്തായാലും ഒരു 2:15 2:30 ആ റേഞ്ചിൽ ബ്രേക്കാണ് കേട്ടോ. എന്തായാലും കറക്റ്റ് 2:30 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാർട്ട് 4 തുടങ്ങാൻ പോവാണ്. ഇതിൽ കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആവുമെന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 58 മിനിറ്റുള്ള കുഴപ്പമില്ല. ഇതും എന്തായാലും ഇന്ന് തന്നെ തീരും. അപ്പോൾ തീർന്നാലും സമയം ബാക്കി ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതല്ലേ എല്ലാം. അപ്പം പിന്നെന്താ നോക്കുകയാണെങ്കിൽ കുപ്പികളൊക്കെ അവിടെ ഫുൾ ആക്റ്റീവാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ മറന്നു പോകാണ് പറഞ്ഞൊക്കെ. അപ്പോൾ ഓർമ്മയില്ല. എന്തായാലും നമ്മൾ ഹൈപ്പർ ലാബ്സിലൊക്കെ നേരത്തെ ഹൈപ്പർ ലാബ്സിലൊക്കെ മറന്നുപോയി. അതാണ് സീനായത്. അപ്പോൾ എന്തായാലും നമ്മൾ തുടങ്ങി. അപ്പോൾ ഗൈസ് കറക്റ്റ് 4:10 ആയപ്പോൾ ക്ലാസ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. 52 മിനിറ്റ് ഉള്ളിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ ടൈം ബ്രേക്ക് എടുത്ത് ഞാൻ പോക്കി. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഞാൻ ജിബിന് വേണ്ടി നോക്കിയിരുന്നു, ജിബിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. അപ്പോൾ രജിസ്ട്രേഷനൊക്കെ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല. രജിസ്ട്രേഷനൊക്കെ ഞാൻ 10 സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ട. അതൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ ഹാൾ ടിക്കറ്റ് എന്ന് പറഞ്ഞു വന്ന്. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയിട്ട് കഴിക്കുന്നില്ല. എന്തൊരു കൊരുത്തട്ട അവസ്ഥ എന്ന് ആലോചിക്കണേ. ഇത്രയും നല്ല ചാൻസ് ഒന്നും പറയാല്ല. ഫ്രീ ആയിട്ട് പോവാം ഇതിന് ജിബിന്. അപ്പോൾ ആരൊക്കെ പോകുന്നുണ്ടെന്നൊന്നും പറയാം. എനിക്ക് ഇനി കുറച്ചും കൂടി നോക്കാണ്ട്. ഇപ്പോൾ എന്തായാലും ബ്രേക്ക് എടുക്കണതാണ്. ഇനി ജിബിൻ്റെ രജിസ്ട്രേഷനൊക്കെ എന്തായാലും ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം. അപ്പോൾ ഏത് സെൻറ്ററാണ് കോഴിക്കോട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നില്ല, മലപ്പുറം എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ സംഭവം. ഇപ്പോൾ ആണെങ്കിൽ ജിബിൻ്റെ വീഡിയോസൊന്നും സൈലത്തിൻ്റെ യൂട്യൂബ് ചാനലാണെങ്കിൽ ഇല്ലേനും. അതിനെക്കുറിച്ച് അധികം പറയണമെന്നും എന്താ അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ എന്തായാലും ബ്രേക്കാണ്. ഇനി ഒരു 7 മണി വരെ ബ്രേക്ക് എടുക്കാനാണ് പ്ലാൻ. കാരണം ഞാൻ മറ്റേ പാർട്ടും കൂടിയേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് റിവിഷനും കൂടി കഴിഞ്ഞിട്ട് എന്തായാലും സെറ്റാക്കാം. അപ്പോൾ നാളെ ലാബൊക്കെ ഉണ്ട്. പണി തന്നെയാണ് വരുന്നത്. ഇനി അങ്ങോട്ട് അറിഞ്ഞൂടാ. എന്തായാലും ബ്രേക്ക്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 5 രൂപ ആയിട്ടുണ്ട്. നമ്മൾ കുറേ കാലമായിട്ട് എക്സസൈസ് ഒന്നും ചെയ്യല്ല കേട്ടോ. ഉള്ള കാര്യം കാര്യം പറഞ്ഞാൽ എൻ്റെ ശൈലി. അതിൽ വേറൊരു വണ്ടിയില്ല. അപ്പോൾ എക്സസൈസ് കുറേ കാലമായിട്ട് ചെയ്യില്ല. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് നേരം എക്സസൈസ് ചെയ്യുമ്പോൾ അങ്ങനെ 5 രൂപ ആയിട്ടുള്ളൂ. ഇനി ടൈമുണ്ട്. ബ്രേക്കും പറഞ്ഞു കഴിഞ്ഞ് എനിക്ക് പഠിക്കാൻ തോന്നില്ല. അങ്ങനെ ഒരു പോളിസി ഉണ്ട് എനിക്ക് ചെറുതായിട്ട് കേട്ടോ. അത് മനസ്സിലാക്കണം. അപ്പം ഇനിയിപ്പോൾ കുറച്ച് നേരം എക്സസൈസ് ചെയ്യാൻ വിചാരിച്ചു. വെറുതെ ടൈം ആണെങ്കിലും എക്സസൈസ് ചെയ്യും. ഞാൻ ഷട്ടിൽ കളിക്കാൻ വിചാരിച്ചിട്ട് ബ്രേക്കറിന്. അപ്പോഴാണ് എൻ്റെ അനിയന് കരാട്ടുണ്ടെന്ന് പറഞ്ഞത്. എന്താ ഞാൻ പറയണ്ടത്? ഒന്നും പറയാൻ അവിടെ വാക്കുകൾ കിട്ടുന്നുണ്ട്, പക്ഷെ പറയാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി എക്സസൈസ് തുടങ്ങാം. നമുക്ക് നേരെ അപ്പോൾ സ്റ്റാർട്ട് ബിഗിൻ നൗ. അപ്പോൾ ഗൈസ് വർക്കൗട്ടും കുറച്ച് നേരം ഷട്ടിൽ കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നേരെ ആയിട്ടുണ്ട്. അതല്ല ഏറ്റവും വലിയ സീന്. ഈ പാർട്ട് കണ്ടു കഴിഞ്ഞ് വിചാരിക്കുക 50 മിനിറ്റ് ഉള്ളൂ. അത് കണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ വേറെ സീൻ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെയാണ് റെക്കോർഡ് വെക്കേണ്ട ദിവസം. റെക്കോർഡും വെക്കണം, പുറമെ എന്തോ ലാബ് മാനുവൽ എന്നിട്ട് പഠിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അതും 1 മുതൽ 32 വരെയുള്ള റോൾ നമ്പറാണ്. എൻ്റെ ആണെങ്കിൽ 18. പണി പാലും വെള്ളത്തിലല്ല, പണി സ്കൂളിൽ നിന്ന് ലാബിൽ നിന്ന് വരുന്നുണ്ട്. എന്താ അറിഞ്ഞൂടാ. പണി കിട്ടി എന്തായാലും. ഇപ്പോൾ എനിക്ക് എന്തായാലും ഇനിയിപ്പോൾ ഈ പാർട്ടും കൂടി എടുത്തിട്ട് ഞാൻ വെച്ച് സുഖമായിട്ട് റിവിഷനും കഴിഞ്ഞ് കിടന്നുറങ്ങാമെന്ന്. ഇനിയെല്ലാം ഉറങ്ങാൻ കഴിയില്ല എന്ന് മനസ്സിലായത്. എന്ത് ചെയ്യാനാ, ഇതൊക്കെ സർവ്വസാധാരണമാണ്. ആസ് എ സ്റ്റുഡൻറ്റ് ഇതൊക്കെ ഉണ്ടാവുന്നതാണ്. +2 ആയതുകൊണ്ട് +1 കുറച്ച് ലാബൊക്കെ വെച്ച് തീർത്താതിരുന്നു. കുറച്ചൊക്കെ അങ്ങനെ തീർക്കുകയാണെങ്കിൽ ഇത്രയും വലിയ ഭാരം ഉണ്ടാവും. ഇതിപ്പോൾ +2 എന്തൊക്കെയാണ് ഉള്ളത്? തല കിറങ്ങുന്നുണ്ട്. എനിക്കറിഞ്ഞൂടാ ഇതൊക്കെ. എന്തായാലും മുന്നോട്ട് പോകണം. നമ്മൾ സാഹചര്യങ്ങളെ പ്രതിസന്ധികൾ അങ്ങനെ പോകണം. അപ്പോൾ നമ്മളെന്തായാലും പാർട്ട് കാണാൻ 5ാമത്തെ പാർട്ട് കാണാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഇനി റെക്കോർഡ് ചെയ്താൽ. പണി കിട്ടി, എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എത്ര സെക്കൻഡ്, 2 മിനിറ്റ് 24 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു 7 മണിക്ക് ആയിട്ടുണ്ടാവുള്ളൂ എന്ന്. 8:15. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റെക്കോർഡിന് വേണ്ടി ഫുൾ തിരഞ്ഞു. കുറേ ആൾക്കാരുടെ തിരഞ്ഞു എന്നിട്ട് വിളിച്ചു ചോദിച്ചു. അപ്പോൾ ലാസ്റ്റ് റെക്കോർഡ് കിട്ടി 22 പേജ്. ഇതെന്നെ എഴുതി കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ബ്രേക്കാണ്, ഇനി ചോറിനാൻ പോണേയാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ ചോറൊക്കെ തിന്ന് എന്തൊക്കെയോ കാട്ടിയ 9:20 ആയിട്ടുണ്ട്. ഇനിയാണ് ടാസ്ക് വരാൻ പോകുന്നത്. ഞാൻ റെക്കോർഡ് അയച്ചു തരാൻ പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു. അപ്പോൾ കാണിച്ചു തരാം എത്ര ഉണ്ടെന്ന്. ഇതാ ഏലേ എൻ്റെ പൊന്ന്, ഞാനൊക്കെ അന്തം വിട്ടു. ഇത്രയൊക്കെ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 22 പേജാണ് എഴുതാനുള്ളത്. എന്ന് എഴുതിയിരുന്ന് എനിക്ക് യാതൊരു നിശ്ചയമില്ല. എന്തായാലും നമുക്ക് ഒറ്റ ഇരിപ്പിന് തീർക്കാൻ പോവാണ്.
ഒറ്റ തീർക്കല്ല. ഞാൻ എന്തായാലും മറ്റേത് ഞാൻ കണ്ടില്ല. പാർട്ട് 5 ഓഫ് മറ്റേ എന്തായിരുന്നു പാടം വരെ മറന്നു. എന്തായിരുന്നു ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. അതിന് കാണാൻ നേരം കിട്ടുമാറില്ല. എന്തായാലും 9 ആയിട്ടുണ്ട്. 10 രൂപ, 11 രൂപ, 12 രൂപ, 1 രൂപ, 2 രൂപ, 5 മണിക്കൂറൊക്കെ കുത്തിരിക്കാൻ. നാളെ സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ നിന്ന് ഉറങ്ങാം. വേറത്തെ പണി സ്കൂളിൽ അവിടെ പോയി ഉറങ്ങാം. വേറെ നമുക്കുണ്ടാ സീന്. അപ്പോൾ എന്തായാലും തുടങ്ങണേ, ഇത് തുടങ്ങാണ്. ഹൈപ്പർ ലാപ്സിലൊക്കെ അല്ലേ ചാർജ് ഇല്ല, ഒക്കെ കൂടി ഇടിഞ്ഞ അവസ്ഥ തന്നെ കേട്ടോ. അങ്ങനെ 1 മണിയാവാനായപ്പോൾ റെക്കോർഡൊക്കെ എഴുതി തീർത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ചൊക്കെ ആദ്യം എഴുതിയതായിരുന്നു. അതിനോടേക്ക് വലിയ സീൻ ഉണ്ടായില്ല കുറേ എഴുതി. ഞാൻ ഉറങ്ങുകയൊക്കെ ചെയ്തു അതിൻ്റെ ഇടയിൽ. ഉറങ്ങിയിട്ട് പിന്നെ നല്ല ഉറക്കം തോന്നി. അപ്പോൾ ഞാൻ ഇവിടേക്കാണ്ട് നോക്കി. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കണമല്ലോ ആലോചിച്ചിട്ട് പിന്നെയും കിടന്ന് ഇരുന്ന് പഠിച്ചില്ല, എഴുതി. അങ്ങനെ കുറേ എഴുതി. നോട്ട് റെക്കോർഡ് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി. ഇനിയാണ് പ്രശ്നം തന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേപ്പറുകൾ മൊത്തം പഠിക്കണം നാളേക്ക്. അവിടെ പോയിട്ട് എന്നിട്ട് ഒറ്റയ്ക്ക് ചെയ്യണം ലാബിൽ പോയിട്ട്. ഈ പേപ്പറുണ്ടായിട്ട് എനിക്ക് ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഇപ്പം പേപ്പറും കൂടി ഇല്ല. എന്താ ഞാനൊക്കെ ചെയ്യുന്നു? ഓരോരോ ലാബ് വാങ്ങി. ഇതൊക്കെ ആരുടെ കണ്ടെത്തി? എന്തിൻ്റെ കേടായിരുന്നു ഇവർക്കൊക്കെ? ലാബ് കുഴപ്പമില്ല. ഇത് ഒറ്റയ്ക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ എത്തപ്പതിൻ്റെയൊക്കെ അടിസ്ഥാന പാഠം എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇനി നിർത്താനായിട്ടോ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് മതി. മടുത്തുന്നല്ല വയ്യ. അത്രയും ഇതായിരുന്നു. 1 മണി ആയില്ലേ മച്ചാനെ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കൂടെ? ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്തിട്ട് പോയാൽ മതി. അങ്ങനെ പോയാൽ മതി. ഒന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമുള്ള